അല്ലയോ ഇബ്രാഹീമേ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ ഇബ്രാഹീമേ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി ശിരസ വഹിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞതായ അതേ വചനം കൊണ്ട് മറുപടി നൽകുകയാണ്. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്നോട് ഞാനിതാ പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നു. അല്ലാഹുവിനോട് പരിപൂർണമായി അനുസരണ വർത്തിച്ചുകൊണ്ട് സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിലകൊണ്ടു. പഠിച്ചു വെക്കണ ഈ ഉമ്മത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സാദാ സീത വ്യക്തിയല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതാ ഖാനിതൻ ലില്ലാഹ്. അണുവിട വ്യതിചലിക്കാതെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതാകുന്ന കടമകളും ഇസ്ലാമികമാകുന്ന കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശവും പരിപൂർണമായി ശിരസാവഹിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിച്ചതായ വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമാണ്, ഒരു സമുദായമാണ്, ലോകം മുഴുവനും കണ്ടുപിടിക്കേണ്ടതായ വ്യക്തിത്വമാണ്. വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. പരിശുദ്ധമാക്കപ്പെട്ടതായ ജീവിതം നയിച്ചതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതായ പാദങ്ങളെ നിങ്ങൾ പിൻപറ്റണേ, പിൻപറ്റണേ. അദ്ദേഹം നടന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കണേ. അദ്ദേഹം ഏത് വഴിയിലാണോ ചരിച്ചത് അതേ മില്ലത്തുസ്തഫൈനാഹു ഫിദ്ദുൻ അതമുറൂന الناس بالبر وتنسون أنفسكم. പരിശുദ്ധമായ ഖുർആനോദി നിലകൊള്ളുകയും ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും ചെയ്തതായ വ്യക്തിയെ നിന്റെ ജീവിതത്തിൽ അമലില്ലാതെ, ആ നന്മയില്ലാതെ മറ്റുള്ളവരോട് നീ എന്തിനാണ് കൽപ്പിക്കുന്നത്? ഏറ്റവും വലിയ പാതകമാണ് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. നിങ്ങൾ സ്വന്തമായി ചെയ്യാതെ മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതകമാണ്, പാതകമാണ്. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ സ്വന്തമായി ചെയ്യാതെ മറ്റുള്ളവരെ ആ നന്മയിലേക്ക് പ്രചോദനം കൊടുക്കാൻ പാടില്ല, കൽപ്പിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വമാണ്. ഖുർആനും അതെടുത്തു പറഞ്ഞു. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് പ്രവാചകന്മാർ. സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ നമസ്കാരമുണ്ട്, നമസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തോട് എന്ത് പറയുന്നു? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. ഇന്നത്തെ മാതാപിതാക്കളെ, രക്ഷിതാക്കൾ പലരും ഈ കടമ മറന്നു പോകുന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 7 വയസ്സെത്തുന്ന കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സെത്തിയിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് അത് ചെയ്യിക്കണം. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്, ഹദീസ. നമ്മൾ 7 വയസ്സെത്തുന്നതിന് മുമ്പേ അതിന് പ്രചോദനം കൊടുക്കണം. അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. 3 വയസ്സാകുമ്പോഴേ കുട്ടിയെ പട്ടിണിക്കിടുകയാണ്. കുട്ടിയെ നോമ്പ് പിടിപ്പിക്കാൻ സുന്നത്തായ നോമ്പുകളോ ഫർദായ നോമ്പുകളോ ഒക്കെ കുട്ടിയെ കൊണ്ട് ക്രൂശിക്കുകയാണ്. മുമ്പ് കാലങ്ങളിൽ ഒരു പ്രചോദനം എന്ന നിലയ്ക്ക്, ഒരു തഹരീൽ എന്ന നിലയ്ക്ക് അത്തരത്തിൽ നോമ്പ് പിടിപ്പിച്ചിരുന്നു. ഉച്ചയാകുമ്പോൾ ളുഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ കുട്ടിയെ കൊണ്ട് നോമ്പ് തുറപ്പിക്കും. അല്ലെങ്കിൽ കുട്ടികൾ നോമ്പ് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപ്പ കൊടുക്കും. 7 വയസ്സെത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിയും നോമ്പ് പിടിച്ചോ അല്ലെങ്കിൽ നിസ്കരിപ്പിച്ചോ പ്രയാസപ്പെടുത്താൻ പാടില്ല. നിസ്കാരം എന്തായാലും പ്രയാസം ഉണ്ടാവൂല.
എന്നാലും തറാവീഹിനെ ചേർത്ത് നിർത്തിയിട്ട് 20 എൻ്റെ കൂടെ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയ വാപ്പയോ ഉമ്മയോ ചെറിയ കുട്ടികളോട് 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് ക്രൂശിക്കാൻ പാടില്ല, അവരുടെ ശരീരത്തെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ ശരീരത്തിനും കഴിവാകുന്നതല്ലാതെ അള്ളാഹു തക്ലീഫ് ചെയ്തിട്ടില്ല, ശാസന നൽകിയിട്ടില്ല. പല രക്ഷിതാക്കളും മാതാപിതാക്കളും മക്കളെ കൊണ്ട് നമസ്കരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് ചെറിയ പ്രായത്തിൽ അത് ചെയ്യിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കാണ്. ക്രെഡിറ്റ് മൊത്തം വാപ്പാക്കും ഉമ്മാക്കും. അത്തായി അമ്മായി അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കുട്ടിയെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് പ്രയാസപ്പെടുത്താൻ. 3 വയസ്സേ ഉള്ളൂ, 4 വയസ്സേ ഉള്ളൂ, അവനെ പട്ടിണിക്കിടാൻ. വിശന്ന് ദാഹിച്ച് പരവശനായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കുമ്പോൾ AC ഇട്ട് കൊടുക്കുന്നു, റൂമിനകത്ത് കയറ്റിയെടുത്തുന്നു. പിന്നെ കുറച്ചു നേരം വണ്ടിക്കകത്തൊന്ന് കറക്കി കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വഴി ഒന്ന് കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും അസറായിട്ടുണ്ട്. അസർ കഴിയുമ്പോൾ പിന്നെ പൊരിക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ചു നേരം ഇരുത്തി കരിയും പൊരിയൊക്കെ കണ്ട് കൊച്ചിനെ ഇടങ്ങേറാക്കി അവസാനം മഗ്‌രിബ് പോലെ എങ്ങനെയെങ്കിലും എത്തിച്ച് കൊച്ചവസാനം നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കാണ്, എന്റെ മോന് ഇന്നൊരു നോമ്പ് പിടിച്ചിട്ട് 3.5 വയസ്സ്. അല്ലാഹ്. അപ്പൊ അനിയത്തി ഇളകി. പിറ്റേ ദിവസം അനിയത്തി കൊണ്ട് അനിയത്തിയുടെ കുഞ്ഞിനെ പതുക്കെ രാവിലെ അതിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇടയത്താഴം കഴിപ്പിച്ച് ആ കുഞ്ഞിനെ ഇടങ്ങേറാക്കുക. 4 വയസ്സുള്ള കുഞ്ഞ് അവനോട് പറയും, കണ്ട 3.5 വയസ്സുള്ള അവൻ പിടിച്ചേക്കുന്നത്, നീ ഇത്ര 4 വയസ്സായിട്ട് പിടിച്ച അവനെ ഇടങ്ങേറാക്കുകയാണ്. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധ ബുദ്ധിയ 7 വയസ്സിന് മുമ്പ് ചെയ്യിക്കൽ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തഹരീദ് കൊടുക്കാം, കുട്ടികൾക്കൊരു പ്രേരണ. കുട്ടികൾ ചിലപ്പോൾ നമ്മളോടൊപ്പം എഴുന്നേൽക്കും ഇടയത്താഴ സമയത്ത്, ഞാനും പിടിക്കുന്നു എന്ന് വാശി പിടിക്കും. ആ കുട്ടിയെ നമ്മൾ നോമ്പ് പിടിപ്പിക്കുന്നു. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ കുഞ്ഞു തന്നെ പറയും, എനിക്ക് ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുക. അടുത്തൊരു വയസ്സായി, 4 വയസ്സായി, അപ്പൊ അവൻ അസർ വരെയാവും. ഒരു 5 വയസ്സായി, അവൻ തന്നെ സ്വമേധയാ മഗ്‌രിബ് വരെയാവും. അങ്ങനെ വരുന്നതിനല്ല പ്രശ്നം. അല്ലാതെ കുട്ടികളെ കൊണ്ട് നിർബന്ധ ബുദ്ധിയാ നോമ്പ് പിടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുത്തി അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് അത്തായും അമ്മായും, അത് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമേ അല്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം കുട്ടികളെ പ്രയാസപ്പെടുത്തുക, അത് പാടില്ല. മറിച്ച് എപ്പോഴാണ് ഈ കൽപ്പനകളും ശാസനകളും വരേണ്ടത്? 7 വയസ്സെത്തുമ്പോൾ വരണം. അപ്പോൾ തന്നെ കുട്ടികൾ പൂർത്തിയാക്കി പിടിച്ചില്ലേലും അപ്പോഴും ഒന്നും അടിക്കാനോ പിടിക്കാനോ പാടില്ല. 10 വയസ്സെത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അടിക്കുകയും അവരോട് നിർബന്ധ ബുദ്ധിയ കാണിക്കുകയും ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഇസ്ലാം. എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ നയം. പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുകയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. ഇന്നത്തെ തലമുറകൾ മറന്നു പോകുന്ന കാര്യം പരിശുദ്ധമായ ഖുർആൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നമുക്ക് ആഘോഷ പൊലിമയിലേക്ക് കടക്കാൻ പറ്റുമോ? കാരണം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മാഈലിന്റെ ജീവിതം നമ്മുടെ മക്കൾക്കുണ്ടോ, നമുക്കുണ്ടോ? നമ്മുടെ കുടുംബത്തോട് നമ്മൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കാറുണ്ടോ? സകാത്ത് കൊണ്ട് കൽപ്പിക്കാറുണ്ടോ? നമ്മൾ നമസ്കരിക്കാറുണ്ടോ? മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും മോശപ്പെട്ട സിനിമകൾ കണ്ടും സീരിയലിന് അടിമപ്പെട്ടുകൊണ്ടും ഫേസ്ബുക്കിൽ റീൽസുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നതായ മക്കളായി മാറിയില്ലയോ? ആഖിറത്തെ ചിന്തിക്കാത്ത മക്കളായി നവതലമുറ മാറ്റപ്പെട്ടില്ലയോ? നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് നീ എപ്പോഴെങ്കിലും പള്ളിയിൽ പോകണമെന്നുള്ള ഒരു ശാസന നിന്റെ മകനോട് മകളോട് നീ നൽകിയിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ സമയത്തും മോളെ പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, കേൾക്കുന്നില്ലേ, നിസ്കരിക്കുന്നു എന്ന് മകളോട് പറയാറുണ്ടോ? ഇല്ല 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 ഇല്ല.
ഇന്നത്തെ മാതാപിതാക്കൾ മറന്നു പോകുന്ന വിഷയമാണ്. പലരും ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളല്ല. എന്നാൽ മക്കൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ല. രാവിലെയും വൈകിട്ടും മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും അടുത്തേക്ക് പോകുമ്പോഴും അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ചുള്ള ചിന്തയാണ്. വീട്ടിൽ നിന്ന് എത്ര ദൂരെ യാത്രത്തേക്ക് പോയാലും ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഫോൺ വിളിച്ചാലും അത്തായും അമ്മായും ചോദിക്കാറുള്ളത് മോനെ ഭക്ഷണം കഴിച്ചോ എന്നാണ്. ആഖിറത്തെ സമ്പാദിക്കാൻ പരലോക ജീവിതത്തിന് നിദാനമായി, വിജയത്തിന് നിദാനമായി പരിശുദ്ധ പ്രവാചകനും തിരുസുന്നത്തും പഠിപ്പിച്ചതായ ഒരു നമസ്കാരവും ചിട്ടവെക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ജീവിതചര്യ നമുക്കോ നമ്മുടെ മക്കൾക്കോ ഇല്ല. നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു, സകാത്ത് കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അദ്ദേഹം എത്തിയതാകുന്ന തസ്തികയെ കുറിച്ച് അല്ലാഹു തന്നെ പറയുകയാണ്, വകാന ഇൻദ റബ്ബിഹി മർളിയാ. അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതാകുന്ന അടിമയാണ് സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സംതൃപ്തിപ്പെട്ട അടിമയായിരുന്നു സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ട്? ആ സംതൃപ്തി എങ്ങനെ കരഗതമാക്കിയത്? നിസ്കരിക്കുന്നു, തന്റെ കുടുംബത്തെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. ഭർത്താവും ഭാര്യയൊക്കെ അങ്ങനെ വരണം, എല്ലാവരും അങ്ങനെ വേണം. അത്ത അമ്മയെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടാവണം, അമ്മ അത്തായെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. സുബഹിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, ഇന്നത് പോയി. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ, റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വസല്ലാ റകഅതൈൻ ഫഇൻ അബാ نضح في وجهه الماء ورحم الله امرأة قامت في الليل وأيقظ أهله فإن أبى نضحت في وجهها الماء. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയട്ടെ, ഒരു ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ. ഖാമ ഫിൽ ലൈൽ, രാത്രിയിൽ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. വഅയഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. ഫൈൻ അബത്ത്, ഭാര്യ വിസമ്മതിക്കുകയാണ്. ഞാൻ ഒരുപാട് ജോലികൾ കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങുന്നത്, പാത്രങ്ങളെല്ലാം കഴുകി പകൽ മുറ്റമെല്ലാം തൂത്ത് ഒരുപാട് വിശ്രമങ്ങളും എനിക്ക് അനുവദിക്കപ്പെട്ട സമയമാണ്, നിർബന്ധ ബുദ്ധിയായി എനിക്ക് വിശ്രമം വേണമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് നിർബന്ധം പറയുന്നതായ ഭാര്യയോട് ഭർത്താവ് فإن أبت نضح في وجهها الماء, ഭാര്യ വിസമ്മതിക്കുമ്പോ ഭർത്താവ് മുഖത്തൽപ്പം വെള്ളം തളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ, പ്രിയപ്പെട്ട പ്രിയതമേ, അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകിയില്ലേ, ദീർഘായുസ്സ് നൽകിയില്ലേ, മനോഹരമായ വീട് നൽകിയില്ലേ, മനോഹരമായ വാഹനങ്ങൾ നൽകിയില്ലേ. ഈ ബെഡിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട മക്കളിലേക്ക് നോക്കണേ. നല്ല സുന്ദരന്മാരായ മക്കളെ അല്ലാഹു നമുക്ക് സമ്മാനിച്ചില്ലേ. എത്രയോ ആളുകൾ വീടില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മാറാവ്യാധികൾ കൊണ്ട് പ്രയാസപ്പെടുന്നതായ ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തൗഫീഖ് നമുക്ക് നൽകിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് അവളെ വിളിച്ച് ഉണർത്തുന്നതായ ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്. വറഹിമല്ലാഹു ഇംറഅത, ഒരു
പെണ്ണിനും അല്ലാഹു കരുണ ചൊരിയട്ടെ. ഖാമത്ത് ഫിൽ ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ്, നമസ്കാരം ചിട്ടവെക്കുകയാണ്, ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവ്, എഴുന്നേൽക്കാൻ വേണ്ടി പറയുകയാണ്. അവളുടെ ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ അവൻ വിസമ്മതിക്കുകയാണ്. രാത്രി 2 മണി സമയമായി, ഞാൻ കടയടിച്ചിട്ട് വന്ന് ഉറങ്ങിയപ്പോ നീ എന്തിനാണ് എന്നെ വിളിച്ചുണർത്തുന്നത് എന്ന് പറഞ്ഞ് ഭാര്യയോട് കയർക്കുന്നതായ ഭർത്താവിനോട് സ്നേഹത്തിൽ അല്പം വെള്ളം തെളിച്ചുകൊണ്ട് വിളിച്ചുണർത്തുന്നതായ ഭാര്യമാരുണ്ടോ, അമ്മമാരുണ്ടോ, സഹോദരിമാരുണ്ടോ? അല്ലാഹു അവർക്ക് കരുണ ചൊരിയട്ടെ എന്നും നബിയുനാ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ ദുആ വാങ്ങിച്ചെടുത്തതായ നാട്ടുകാരായി ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ടോ? ആരാണ് ഈ ദുആ വാങ്ങിച്ചെടുത്തവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്ത ഈ വിഭാഗത്തിൽ നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കണം. ആരാ ചെയ്ത്? മക്കളെ വിളിച്ചുണർത്തുന്ന ആര്? വാപ്പ എഴുന്നേക്കുന്നു, വാപ്പ തന്നെ സ്വമേധയാ പള്ളിയിലേക്ക് നടക്കുന്നു. ഉമ്മ എഴുന്നേക്കുന്നു, ഉമ്മ തന്നെ wudu എടുത്ത് നേരെ സ്വമേധയാ നിസ്കാര റൂമിലേക്ക് കയറുന്നു. മക്കളെ യാതൊരു കാര്യത്തിനും ബന്ധപ്പെടുത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറി. അവരെ കൈക്ക് പിടിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് കൊണ്ടുവരുന്ന ഒരു ശീലം മുമ്പ് കാലങ്ങളിൽ നമ്മുടെ അത്തമാർക്കുണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞുപോയി. പ്രത്യേകിച്ച് യുവാക്കളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുന്നേയില്ല. അവര് പള്ളിയിൽ വരുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, ഇബാദത്ത് എടുക്കുന്നുണ്ടോ, ആരും ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സഹാബത്തിന്റെ ഇടയിൽ മുസ്ലിമിനും കാഫിറിനും ഇടയിൽ അവർ ഏറ്റവും വ്യക്തമായി കണ്ടിരുന്ന അടയാളം അത് നിസ്കാരമായിരുന്നു. നിസ്കാരം ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ കാഫിർ എന്നവർ പച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഒരു മടിയില്ല. ജമാഅത്ത് ഒഴിവാക്കി നടക്കുന്ന ആളുകളുണ്ട്, നിഷേധിയാണവർ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പള്ളിയിലും വരൂല, ജുമായ്ക്കും വരൂല, ജമാഅത്തിനും വരൂല. മുമ്പ് കാലങ്ങളിൽ അവ്വൽ സഫിലുണ്ടായിരുന്നു. ഇപ്പൊ സമ്പത്ത് അല്പം കൂടിയപ്പോ ജുമാ വേണ്ട, ജമാഅത്ത് വേണ്ട, എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സമ്പത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സമ്പത്താണ്. പ്രത്യേകിച്ച് യുവാക്കൾ. ഒരുത്തനെ കൊലപാതകം ചെയ്തിട്ടാണെങ്കിലും തനിക്ക് സമ്പത്ത് കൈമുതലാക്കണമെന്ന് ഉള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ യുവാക്കൾക്കും യുവതികൾക്കും. കഞ്ചാവ് ബിസിനസ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, MDMA കച്ചവടം ചെയ്തിട്ടായാലും കുഴപ്പമില്ല, LSD ബിസിനസ് നടത്തിയിട്ടായാലും കുഴപ്പമില്ല, മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്തിട്ടായാലും കുഴപ്പമില്ല, ഗൾഫിൽ നിന്ന് മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവന്നാട്ടെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അല്പം പൈസ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഏത് തറപ്പണിയും ഇന്നത്തേതാകുന്ന ചെറുപ്പക്കാർ ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിച്ചേരുന്നത്? കാസർഗോഡ് ജില്ലയിൽ ഈ അടുത്തൊരു സഹോദരിയെ പിടിച്ചു കസ്റ്റംസുകാർ. എന്താണ് കാരണം? സ്വർണം മിശ്രിതമാക്കിയിട്ട് കടത്തിക്കൊണ്ടുവന്നു. എവിടെയാണ് കൊണ്ടുവന്നത്, ഏത് ഭാഗത്താ വെച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 19 വയസ്സേ ഉള്ളൂ പെണ്ണിന് പ്രായം. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? കാസർഗോഡ് ഞാൻ വാതിൽ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവരുടെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് ഉസ്താദ്. അതുകൊണ്ട് ആർക്കും അത് വലിയ നാണക്കേടൊന്നുമില്ല. ഇത് തന്നെ പരിപാടി, സ്വർണം കടത്തലാണ്. ആരെങ്കിലും ഒരാൾ ഇതിൽ പിടിക്കപ്പെടുമ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ പേര് വരികയും അല്ലെങ്കിൽ നാണക്കേടാവുകയൊക്കെ ചെയ്യൂലേ എന്നുള്ള ചിന്ത. ഒരു നാണക്കേടും ഇല്ല. കാരണം കുടുംബം മുഴുവൻ ആ പരിപാടിയാണ്. അത്തായും അമ്മായും ഒക്കെ ഇതിന്റെ മെയിൻ ആൾക്കാരാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾ പിന്നെ അതിനനുസരിച്ച് പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏത് രീതിയിലും സമ്പത്തുണ്ടാക്കണമെന്നുള്ള ചിന്ത, അത് മാത്രമാണ് ഇന്നത്തെ തലമുറ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. വഫിത്നതു ഉമ്മതി അൽമാൽ.
എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്ത് അധികരിക്കലാണ്. സമ്പത്ത് കൈവെള്ളയിലേക്ക് വന്നു കൂടുമ്പോ റബ്ബിനെ മറക്കുന്ന പ്രവണതയാണ് സമൂഹത്തിനുള്ളത്. എന്റെ സമുദായത്തിന്റെ നാശം സമ്പത്ത് അധികരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. ഈ ഉമ്മത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്രയോ കറക്റ്റാണത്. നമ്മളിലേക്ക് നോക്കി പറഞ്ഞതുപോലെയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന ഒരു മകള് കഴിഞ്ഞ ദിവസം 24 അടക്കമുള്ള ചാനലുകൾ അവൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ലൈവായിട്ട് അവൾ പറയാണ് ഒരു കുറ്റസമ്മതം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അഥവാ 2 വർഷം മുമ്പ് കോവിഡിന്റെ കാലയളവിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പിലൂടെ എന്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്ത് ഒരു അന്യനാകുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് MDMA എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ലഹരിയുടെ ഉൽപ്പന്നം എനിക്ക് തന്നു. ആലോചിക്കണം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രായം എത്രയാണ്? എന്റെ സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കും, എത്രയാണ് പ്രായം? ഇപ്പൊ 4 ദിവസം മുമ്പ് ലേറ്റസ്റ്റ് ന്യൂസാണ്, നമ്മളെല്ലാവരും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. മുസ്ലിം പെൺകുട്ടിയാണ്, അന്യമതത്തിൽപ്പെട്ടതല്ല, മുസ്ലിം പെൺകുട്ടി. ആ പ്രായത്തിലുള്ളത് ഏത് മതത്തിലാണെങ്കിലും എത്രയോ വലിയ വിപത്താണ്, മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ആ കൂട്ടുകാരൻ നൽകിയതാകുന്ന MDMA ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ആ പെണ്ണ് പറയാൻ എന്തൊരു ധൈര്യത്തിലാണ് ആ കുട്ടി ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് ചിന്തിക്കണം. അത് ഉപയോഗിച്ച് അവസാനം ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് എത്തി നിൽക്കുന്നത്. 2 വർഷം ഇപ്പോഴത്തേക്ക് പിന്നിട്ടപ്പോൾ ആ മൊബൈൽ, അന്ന് ഓൺലൈൻ പഠിക്കാൻ വേണ്ടി അത്തായും അമ്മായും കൊടുത്ത മൊബൈല് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ മൊബൈലിലൂടെ തന്നെ ഇന്നും ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ഞാൻ കൂട്ടുകാർക്ക്, എന്റെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഞാൻ എത്തിച്ചു കൊടുക്കുന്നു, ഇതിന്റെ കാരിയറായിട്ട് ഞാൻ മാറിയെന്ന് പരസ്യമായിട്ടൊരു പെണ്ണ് പറയാണ്. മുസ്ലിം പെണ്ണ്. അവൾ പറയുന്നു, എന്നെ ഇതിൽ നിന്ന് പിടിച്ചത് എന്റെ ഉമ്മച്ചിയാണ്. അപ്പോഴാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളടക്കം എല്ലാവർക്കും മനസ്സിലായി ഇത് ആരാണ് ഈ പറയുന്നത്. നല്ല ഒരു ഉമ്മാടെ മകളാണ്, അഥവാ സ്വാലിഹീങ്ങളാകുന്നവരുടെ കുടുംബത്തിൻ്റെതാകുന്ന മകളുടെ അവസ്ഥയാണിത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്തായും അമ്മായിയൊക്കെ നല്ല ദീനീ ബോധം. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മളെപ്പോഴും ദിക്റിൽ ഖുർആൻ ഓതി ദീനിയായ ബന്ധത്തിൽ നമ്മൾ നിലകൊള്ളുന്നു. പക്ഷെ മക്കളുടേതാകുന്ന പ്രവണത, മക്കളുടേതാകുന്ന പ്രവർത്തന മേഖലകൾ മലീമസമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഒരു മനുഷ്യൻ സാലിഹായി തീരുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അമ്പിയാക്കളാകുന്ന സർവ്വമഹത്തുക്കളും അവർ സാലിഹീങ്ങളാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഓരോരുത്തരെ കുറിച്ച് പറയാണ്. 25 പേരുടെ പേരുകൾ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അവരൊക്കെ സാലിഹീങ്ങളാണെന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു വ്യക്തമാക്കുന്നു. നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് وكلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കളെയും സാലിഹീങ്ങളിൽ ചേർത്തുവത്രേ, സാലിഹീങ്ങളിൽ ചേർത്തുവത്രേ. വസകരിയ വയഹ്യ വഈസാ വഇല്യാസ്.
ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടതാകുന്ന സർവ്വ പ്രവാചകന്മാരും കുല്ലും മിനസ് സാലിഹീൻ, ഈ പേര് പറയപ്പെട്ടതാകുന്ന സർവ്വ അമ്പിയാക്കളും അവർ സാലിഹീങ്ങളിൽ പെട്ടവരത്രയെന്ന് വിശുദ്ധമായ ഖുർആൻ. അവരെല്ലാവരും സാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തികളായിരുന്നു. ഇവരൊക്കെ സാലിഹീങ്ങളാണ്. എല്ലാ അമ്പിയാക്കളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്യം തന്നെയാണ് ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ഉറപ്പെടുത്തിയത്. ആയത്തുകൾ വിശാലമാണ്, ഞാനിപ്പോ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല. ഇനിയുണ്ട് ആയത്തുകൾ. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ നാം തിരഞ്ഞെടുത്തു. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തിയത്രേ. ഈസാ നബിയെ കുറിച്ചും അല്ലാഹു പറയുകയാണ്, വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹലാ വമിനസ് സാലിഹീൻ. തൊട്ടിലിൽ കടന്നുകൊണ്ട് ലോകത്തോട് സംസാരിച്ചതായ വ്യക്തികളിൽ 4 പേരിൽ പ്രമുഖനായ വ്യക്തിയല്ലയോ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തിയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കളെ കുറിച്ചും പരിശുദ്ധമായ ഖുർആനിലൂടെ വ്യക്തമാക്കി. ഇവരൊക്കെ സാലിഹീങ്ങളാണ്, അവരെല്ലാം സാലിഹീങ്ങളാണ്, അവരെല്ലാം സാലിഹീങ്ങളാണ്. എന്തിനാണ് ഈ മഹത്തുക്കളാകുന്ന അമ്പിയാക്കൾ സാലിഹീങ്ങളാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത്? സഹോദരങ്ങളെ, ഇവരൊക്കെ സാലിഹീങ്ങളായ വ്യക്തികളാണ്. നിങ്ങളും അവരിലേക്ക് ചേരാനുള്ള പരിശ്രമമാണ് ഈ ദുനിയാവിൽ നടത്തേണ്ടത്. അതിന് ഏതെല്ലാം കാര്യങ്ങൾ വേണോ? നിസ്കാരം വേണോ? നോമ്പ് വേണോ? സക്കാത്ത് വേണോ? ഹജ്ജ് വേണോ? ഉംറ വേണോ? പാവങ്ങളുടെ കണ്ണീരൊപ്പണോ? നിരാലംബർക്ക് അവലംബമാകണോ? നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കണോ? ദീനിയാകുന്ന ഏതെല്ലാം മേഖലകളിൽ മുതഅല്ലിമീങ്ങളെ സഹായിക്കണോ? പട്ടിണി പാവങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണോ? ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഉപോത്ബലകമായി സഹായകമായി വർത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം നിങ്ങൾ കൊണ്ടുവരിൻ. ആ സലാഹിയത്തിന് വേണ്ടി നിങ്ങൾ അതെല്ലാം ചെയ്യും. ഒരാൾ സലാഹാവണമെങ്കിൽ, സാലിഹാവണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും വിരോധിച്ച കാര്യങ്ങളെ പരിപൂർണമായി വിരോധിക്കുകയും തൃണവൽഗണിക്കുകയും ചെയ്യുന്നവനാണല്ലോ മുത്തഖിയായ ജീവിതം നയിക്കുന്നവൻ. അവനാണല്ലോ സാലിഹ്. എങ്കിൽ അവൻ ഏറ്റവും മർമ്മപ്രധാനമായി ചെയ്യേണ്ടതായ ഒന്നാണ് നല്ല അമലുകൾ ചെയ്യുക എന്നുള്ളത്. നല്ലതുപോലെ അമൽ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. നല്ല അമൽ ചെയ്യുക. എങ്കിൽ തീർച്ചയായും ദുനിയാവും ആഖിറവും വിജയകരമാക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്താൻ, بسم الله الرحمن الرحيم فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതായ വ്യക്തിയായി നീ മാറിയെങ്കിൽ മാത്രമാണ് അല്ലാഹുവിനെ കാണാൻ സാധിക്കുക. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഫൽയഅമൽ അമലൻ സാലിഹാ. അവൻ ജീവിതത്തിൽ സുകൃതങ്ങൾ ചെയ്യട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഏതെല്ലാം സുകൃതങ്ങൾ സാധിക്കുമോ ആ സുകൃതങ്ങളെല്ലാം അവൻ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മോശമാകുന്ന ഒരു പ്രവണതയും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പ്രവണതയുള്ളവരാരും സാലിഹീങ്ങളാവുകയില്ല. ശരിക്കും മനസ്സിലാക്കി. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്, വലൂതൻ ഇദ ഖാല ലിഖൗമിഹി
അതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുകയാണ്. ലൂത്ത് നബിയോ പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ വഇന്നഹു മിനസ് സാലിഹീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം മോശപ്പെട്ടതാകുന്ന സ്വവർഗരതി അനുരാഗികളായി മാറിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവസാന കാലഘട്ടത്തിലേക്ക് ലോകം പോകുന്ന സമയത്ത് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചുവടുവെപ്പുകൾ ഉണ്ടാകുമേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, മിൻഹാ നികാഹുർ റജുലി അർറജുലാ വനികാഹുൽ മർഅതി അൽ മർഅതാ. ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, ഈ ലോകത്ത് ഉണ്ടാവുന്നതായ വസ്തുക്കളാണ് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്നതായ കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നികാഹുർ റജുലി അർറജുലാ വനികാഹുൽ മർഅതി അൽ മർഅതാ. പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തി സംതൃപ്തിയടയുന്ന കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന് ഈ സമൂഹം നേർക്കുനേരെ കാണുകയല്ലയോ, ദർശിക്കുകയല്ലയോ, സ്വവർഗരതി അനുരാഗികളായി ഇന്നത്തെ നവതലമുറയിലെ യുവതീ-യുവാക്കൾ മാറിയില്ലയോ. എത്ര ആളുകളാണ് സൊഡോമികളായി മാറിയിരിക്കുന്നു, സ്വവർഗരതി അനുരാഗികളായി മാറിയിരിക്കുന്നു. പുരുഷന്മാരുമായി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സായുജ്യമണയുന്ന ഒരു കാലഘട്ടം വന്നാൽ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ മനസ്സംതൃപ്തി അടയുന്ന ഒരു ഘട്ടം വന്നാൽ ലോകാവസാനം നബിതങ്ങളുടെ പ്രവാചകന്റെ പ്രവചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ അന്ന് പറഞ്ഞത് നേർക്കുനേരെ ഇന്നത്തെ തലമുറയാണ് കാണുന്നത്. ഇന്ന് നമ്മൾ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു, പരസ്യമായി കാണുന്നു, രഹസ്യമായി കാണുന്നു. പല നിലയ്ക്കും നമ്മൾ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. 2018 സെപ്റ്റംബർ 6 ഹൈക്കോടതി വിധി, സുപ്രീം കോടതിയുടെ വിധി വന്നു. സ്വവർഗരതി അനുരാഗികളായി കഴിയാം. ഒരു പുരുഷനും രണ്ട് പുരുഷന്മാർ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ പ്രായപൂർത്തി എത്തി രണ്ടുപേരും സ്വമേധയാ ഇഷ്ടപ്രകാരം ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. 377 വകുപ്പ്, കേസെടുക്കുന്ന വകുപ്പ് എടുത്തു കളഞ്ഞു. പരിപൂർണമായ നിലയിൽ അവർക്ക് അനുരാഗികളായി അങ്ങനെ തന്നെ നിലകൊള്ളാം. അതിനു മുമ്പ് വരെ 10 വർഷം കഠിനമായ തടവുണ്ടായിരുന്നു. അതിനു മുമ്പ് വരെ 2018 സെപ്റ്റംബർ 6 മുമ്പ് വരെ 10 വർഷം കഠിനമായ തടവും പിഴയും. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ പൂർണ്ണമായി അനുവാദം വിട്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ തന്നെ എത്രയോ കേസുകൾ അതിനാസ്പദമായി വന്നു. മക്കളെ ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ നല്ലതുപോലെ അറിയണം, പഠിക്കണം. മക്കൾ ഏത് നിലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ സുരക്ഷിതത്വമുള്ളവരാണോ? വേണ്ട രീതിക്കാണോ അവർ പോകുന്നത്? മാന്യമായ രീതിയിലുള്ളതാകുന്ന വസ്ത്രവിധാനമാണോ? മാന്യമായ രീതിയിലുള്ളതാകുന്ന നടപ്പാണോ? ചെയ്തികളാണോ എന്ന് ചിന്തിക്കണം. കൂട്ടുകെട്ട് ആരോട്? നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാരണം വലിയ വിപത്താണ് ഇന്ന് സമൂഹത്തിൽ നേർക്കുനേരെ കാണുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്ന് നേർക്കുനേരെ ഈ സമൂഹം കാണുകയാണ്. ലഅനല്ലാഹു മൻ
യഅമലു അമല ഖൗമി ലൂത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച വിഭാഗമാണ് ഈ ദുനിയാവിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചമാകുന്ന പ്രവർത്തനം ഏറ്റെടുത്തവര് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതെങ്കിലും അത്തരത്തിലുള്ളതാകുന്ന ചിന്തകളോ പ്രവണതകളോ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബകളെ സ്വീകരിക്കണേ അല്ലാഹ്. അന്യരാകുന്ന പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി, ഒരു സ്ത്രീയുമായി ലൈംഗിക വേഴ്ച നടത്തി അതിൽ സംതൃപ്തി അടയുന്ന ഘട്ടത്തിലേക്ക് കടന്നു വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം രണ്ട് യുവതികൾ കമ്മിൽ കടന്നു വന്ന് കോവിഡിന്റെ കാലയളവിൽ അവർ രണ്ടുപേരും കേസ് കൊടുത്ത് അതിനു മുമ്പ് തന്നെ +1 പഠിക്കുന്ന ഘട്ടത്തിൽ പരസ്പരം ഒന്നിച്ചു പഠിച്ചിരുന്ന കാലയളവിൽ ശാരീരികമാകുന്ന ബന്ധമുണ്ടാവുകയും ഒരിക്കലും ഇഴപിരിയാനാവാത്ത രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ചേർന്നു പോയവരാണ് എന്ന് കോടതി മുമ്പാകെ പരാതിപ്പെടുകയും ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിം കുടുംബത്തിൽപ്പെട്ടതാകുന്ന 2 സഹോദരിമാർ കടന്നു വന്ന് ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകിയപ്പോ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധി നൽകിയില്ലേ? ഇന്നും അവർ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്? അവരുടെ മാതാപിതാക്കൾ എന്ത് പിഴച്ചുപോയി? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മക്കൾക്ക് ഭൗതികമാകുന്ന മേച്ചിൽ പുറങ്ങൾ നൽകുമ്പോ ആത്മീയതയുടേതാകുന്ന വിദ്യാഭ്യാസം നൽകാതിരിക്കരുത്. ആത്മീയമാകുന്ന വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാതിരിക്കരുത്. എത്രയോ യുവാക്കളാണ്, എത്രയോ യുവതികളാണ് മോശപ്പെട്ടതാകുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത്, ആഖിറത്തെ ചിന്തിക്കാതെ പോയിട്ടുള്ളത്, പരലോകമാകുന്ന ചിന്ത മനസ്സിൽ വെക്കാതെ ദുന്യവിയാകുന്ന ജീവിതത്തിൽ അടിച്ചു പൊളിക്കണം, രസിക്കണം, രവിക്കണം എന്ന ചിന്തയിൽ മോശപ്പെട്ട തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന ആളുകളില്ലയോ, യുവാക്കളില്ലയോ, യുവതികളില്ലയോ? ആ രീതിയിൽ ഗേകളായി ജീവിക്കുന്നവരില്ലയോ? ലെസ്ബിയനുകളായി ജീവിക്കുന്നവരില്ലയോ? ധാരാളം അധികരിച്ചിരിക്കാൻ ഗേകൾ, LGBTQ എന്നാണ് ആ വിഭാഗത്തെ കുറിച്ച് പറയുക. ലെസ്ബിയനുകൾ, സ്ത്രീയുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന വിഭാഗം, പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന വിഭാഗം ഗേകൾ അധികരിക്കാൻ. രാത്രി സമയങ്ങളിൽ കമ്പോളത്തിൽ പോയി നോക്കി, നിങ്ങൾ ടൗൺ പ്രദേശങ്ങളിൽ പോയി നോക്കി, വലിയ വലിയ ബസ് സ്റ്റാൻഡുകളുടെ പരിസരങ്ങൾ നോക്കി, ഇത്തരത്തിലുള്ള ആളുകളുടേതാകുന്ന ശല്യമാണ് വല്ലാതെ കൂടി വരുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? രാത്രി 2 മണി, 1 മണി, 3 മണിയൊക്കെ ആകുമ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ തന്നെ വണ്ടിയിൽ വന്ന് അത്തരത്തിലുള്ളവരുമായി പോവാൻ, ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കാൻ, അല്ലെങ്കിൽ ഒഴിഞ്ഞതാകുന്ന ഏതെങ്കിലും ബിൽഡിങ്ങുകളിലേക്ക് പോവാൻ, ഏതെങ്കിലും കടയുടെ പിന്നാമ്പുറത്ത് പോയി കാര്യങ്ങൾ സാധിക്കാൻ. ഇത്രത്തോളം അശ്ലീലത ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. കല്യാണം കഴിഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, വിവാഹം കഴിച്ചതാകുന്ന പുരുഷന്മാരുണ്ട്, വിവാഹം കഴിഞ്ഞതാകുന്ന സഹോദരിമാരുണ്ട്. മോശപ്പെട്ടതാകുന്ന രീതിയിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്ന ആളുകൾ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചമായ പ്രവർത്തനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ പരിപൂർണമായി നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ലൂത്ത് നബിയേ, നിന്റെ സമുദായം മുഴുവനും അശ്ലീലമായ പ്രവണതയുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടുകൊണ്ട് നീ പോകണേ. നേരം വെളുക്കുന്നതിന് മുമ്പായി നാട് വിട്ടുകൊണ്ട് നീ പോകണേ എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ വഇന്നഹു ലമിനസ് സാലിഹീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം കാരുണ്യത്തിൻ്റെതാകുന്ന പ്രവേശനത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ നാം നമ്മുടെ കാരുണ്യത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. കാരണം അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്.
അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളതാകുന്ന സർവരും മോശപ്പെട്ടതാകുന്ന നീചവൃത്തി ചിന്തിച്ചപ്പോ, അശ്ലീലമാകുന്ന തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയപ്പോ, കാതു കൊണ്ടുപോയപ്പോ, ശരീരത്തിന്റെ അവയവത്തെ കൊണ്ടുപോയപ്പോ, അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊണ്ടതായ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തെ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അദാബ് നൽകിക്കൊണ്ട് നാം പരീക്ഷിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം ശിക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വഇന്നഹു ലമിന സാലിഹീൻ, ബഹുമാനപ്പെട്ടവർ സാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരു മോശമാകുന്ന ചിന്ത വെച്ച് പുലർത്താത്ത വ്യക്തിയാണ്. ഹറാമായ തലത്തിലേക്ക് തന്നെ ശരീരത്തെ കൊണ്ടുപോകാത്ത വ്യക്തിയാണ്. ഹറാമായ തലത്തിലേക്ക് തന്റെ ചിന്തയെ കൊണ്ടുപോകാത്ത വ്യക്തിയാണ്. നാട്ടുകാര് മുഴുവനും വ്യഭിചാരത്തിലേക്ക് പോകുന്നു, അശ്ലീലതയിലേക്ക് പോകുന്നു. എന്നാ പിന്നെ ഞാനും പോവാ, അങ്ങനെ ചിന്തിച്ചില്ല. നാട്ടിൽ മുഴുവനും ഈ ദുരാചാരമുണ്ട്, മോശപ്പെട്ട പ്രവണതയുണ്ട്, സ്വവർഗരതിയുണ്ട്. എന്നാ ഞാനും അത്തരത്തിലേക്ക് ചിന്തിക്കാം. ഒരു അന്യപുരുഷനുമായിട്ടെന്നാ ബന്ധപ്പെടുക. ആ ചിന്തയിലേക്ക് ആര് പോയില്ല? ബഹുമാനപ്പെട്ടതാകുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം പോയില്ല. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസം കൈമുതലാക്കി സംശുദ്ധമായ ജീവിതം നയിച്ചു. ഖുർആൻ എടുത്തു പറയുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. നാട്ടുകാരെ മുഴുവനും കീഴ്മേൽ മറിച്ചു കളഞ്ഞു, പരിപൂർണമായി നശിപ്പിച്ചു കളഞ്ഞു. പഠിച്ചു വെക്കണേ, ഈ ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന നീചവൃത്തി നീ ചെയ്യാൻ പാടില്ല. വ്യഭിചാരം അത് വലിയൊരു വിഷയം തന്നെയാണ്. ഇന്നത്തെ തലമുറയിൽ യുവാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. മിക്ക യുവാക്കളും അതിനഡിക്റ്റാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല. വിശുദ്ധമായ ഇസ്ലാമിൽ വ്യഭിചാരം കണ്ണുകൊണ്ട് ഹറാമ് കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണ്. കാതുകൊണ്ട് ഹറാമ് കേൾക്കൽ കാതിന്റെ വ്യഭിചാരമാണ്. കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കൽ കൈയുടെ വ്യഭിചാരമാണ്. കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടക്കൽ കാലിന്റെ വ്യഭിചാരമാണ്. ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കൽ ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. അങ്ങനെ നോക്കിയാൽ വ്യഭിചരിക്കാത്തവരായി നമുക്കിടയിൽ ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആദം സന്തതികൾ മുഴുവൻ ആളുകളും വ്യഭിചാരം എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിക്കാനുള്ള സാഹചര്യം കിട്ടാതെ ഒരൊറ്റ മോമിനും പോകൂല എന്ന് പറഞ്ഞാൽ അർത്ഥം ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല, നിന്റെ ഫോണിലൂടെ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുക. ഹണിറോസ് ഇന്ന് ഏതാ കട ഉദ്ഘാടിക്കാൻ പോകുന്നത്? രാവിലെ എഴുന്നേറ്റ് ഹണിറോസിന്റെ പേജ് ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. അമ്മച്ചിയെ കാണാതെ ഉറക്കം വരത്തില്ല. അങ്ങനെ അത് നോക്കാൻ വേണ്ടി രാവിലെ തന്നെ എന്ത് ചെയ്യാ? താല്പര്യപൂർവ്വം അതിലേക്ക് പോവാ. അപ്പൊ കണ്ണുകൊണ്ടുള്ള വിചാരം, അല്ലെങ്കിൽ WWE അടിച്ച് അശ്ലീലമാക്കപ്പെട്ട ലോകത്തേക്ക് പാതിരാത്രി സമയത്ത് കണ്ണു നട്ടിരിക്കുന്ന ചെറുപ്പക്കാർ, യുവാക്കൾ. കൈകൾ കൊണ്ട് ഹറാമായ രീതിയിൽ മറ്റുള്ളതാകുന്ന പരസ്ത്രീകളെ തൊട്ടും തലോടിയും സായുജ്യമണിയുന്നതാകുന്ന യുവാക്കൾ. അല്ലെ, ആളുകളില്ലേ, പ്രായമുള്ള ആളുകൾ വരെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പൊൻകുന്നത്തേക്കായിരിക്കും ബസ് കയറിയിരിക്കുന്നത്. 5 മിനിറ്റോളം കിട്ടുന്ന സമയം കൊണ്ട് തൊട്ടലും തടവലും. 50 കഴിഞ്ഞതാണ്, 80 കഴിഞ്ഞതാണ്, ഇപ്പം മരിക്കും. കുഴി വെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും സ്വഭാവം മാറിയിട്ടില്ല. അള്ളാഹു മുളക്കാക്കട്ടെ. ചിലർക്കഥ അങ്ങനെ തൊട്ടും തലോടിയിരിക്കുക, അതൊരു സുഖം, ഒരു സായുജ്യാണ്. അവ കൈയുടെ വിചാരമാണത്. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എങ്ങനെ ദിക്റും ഖുർആനോത്തും നിസ്കാരവും കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ ശ്രദ്ധ ചെലുത്തിയവനെ റമദാൻ അനുകൂലമാവുള്ളൂ. റമദാനിലെ നോമ്പിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും കൂച്ചുവിലങ്ങിടങ്ങണം. ഏതെങ്കിലും ഒരു അവയവത്തിന് മാത്രമല്ല, വയറിനെ മാത്രം നോമ്പ് കൊടുത്ത് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പാനീയൊന്നും കുടിക്കുന്നില്ല, മാത്രം കൊണ്ട് നോമ്പുകാരനാവൂല. സർവ്വ അവയവങ്ങളെയും പരിപൂർണമായി ശ്രദ്ധലിക്കളാവണം. ചെറുപ്പക്കാരായ ആളുകൾ റമദാനിൽ നോമ്പ് പിടിക്കും, എന്നിട്ടോ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങാൻ, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഓരോ മോശപ്പെട്ടതാകുന്ന വീഡിയോസുകൾ കണ്ടുകൊണ്ട് അങ്ങനെ നിലകൊള്ളാൻ. നോമ്പാൻ ഇങ്ങനെ നോമ്പ് പിടിച്ചിട്ടെന്ത് കാര്യം? എല്ലാ സിനിമയിൽ ഇരുന്ന് കാണുക. ടെലഗ്രാമിലൂടെ കൂട്ടുകാർ അയച്ചിരുന്ന റോഷാക്കും ഗീഷാക്കും ക്രിസ്റ്റഫറും ഒക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക.
ഇതെല്ലാം കണ്ടു തീർത്തുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നങ്ങനെ അവന്റെ കണ്ണുകൾ മലീമസമായാൽ പിന്നങ്ങനെ അവന്റെ നോമ്പ് സ്വീകാര്യമാകും.